ഈ ആർട്ട് എന്നത് എന്നെന്നും നിലനിൽക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ശരിക്കുമുള്ള ആർട്ട് എന്ന് പറയുന്നത് ഒരു ട്രൂ എക്സ്പ്ലോഷൻ ആണ്. വെൽക്കം ടു ലേറ്റസ്റ്റ് പാർട്ട് ഓഫ് അക്കാത്സ്കി ഫയൽസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ട്രൂ ആർട്ടിസ്റ്റായ ഇൻസെയിൻ റോഗ് നിഞ്ചയെ പറ്റിയാണ്. ആൻഡ് ആ വ്യക്തിയാണ് ദേദറ. അക്കാത്സ്കി മെമ്പേഴ്സിന്റെ ഇതുപോലത്തെ ഡാർക്ക് സീക്രറ്റ്സിനെ പറ്റി അറിയാൻ ഫോളോ ചെയ്യാനും മറക്കണ്ട. ദേദറയുടെ കയ്യിൽ എക്സ്പ്ലോഷൻ റിലീസ് പവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇവഗാക്കുറെ അല്ലെങ്കിൽ ഹിഡൻ വില്ലേജ് ഇൻ ദ സ്റ്റോൺ അവന്റെ ആർട്ടിനെ അപമാനിച്ചപ്പോൾ അവൻ അവരുടെ ഫോബിഡൻ ജുട്സു അല്ലെങ്കിൽ കിൻജുട്സുവിനെ മോഷ്ടിച്ചു. ആൻഡ് അത് കാരണം അവന്റെ രണ്ട് കൈപ്പത്തിയും പിന്നെ അവന്റെ നെഞ്ചിലും ഒരു വായയുടെ ഷേപ്പ് ഫോം. ഈ വായയുടെ സഹായം കൊണ്ടാണ് അവൻ എക്സ്പ്ലോസീവ് ക്ലേ ഉപയോഗിച്ച് എക്സ്പ്ലോസീവ് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നത്. അവൻ സ്വന്തം ഗ്രാമത്തെ തന്നെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഒരു റോഗ് നിഞ്ചയായി മാറിയത്. കാരണം അവൻ ആരുടെയും കൺട്രോൾ ഇല്ലാതെ അവന്റെ എക്സ്പ്ലോസീവ് ക്ലേയുടെ പൊട്ടിത്തെറി കാണാനായിരുന്നു അവന്റെ ആഗ്രഹം. അക്കാത്സ്കിയിൽ ഉള്ളപ്പോൾ ഒറ്റയ്ക്ക് തന്നെ വൺ ടെയിൽ ജിൻചുരുക്കിയായ ഗാരയെ സ്വന്തം നാട്ടിൽ കയറി തോൽപ്പിച്ച് ക്യാപ്ചർ ചെയ്ത ആളാണ് ദേദറ. ഇവനൊരു അഭിമാനിയായിരുന്നു. മാത്രമല്ല ഇവന് ഉച്ചിഹാസിന് ഷാരിങ്കാനോട് നല്ല വെറുപ്പും ഉണ്ടായിരുന്നു. ഒരു വട്ടം ഇറ്റാച്ചി ഇവനെ തന്നെ ഗെൻജുത്സുവിൽ ഇട്ടു. അന്ന് തൊട്ടാണ് ഇവന് ഉച്ചിഹാസിനെ തോൽപ്പിക്കാനുള്ള പക കൂടിയത്. ആൻഡ് ഈ പക തന്നെയാണ് അവനെ സാസ്കയുടെ അടുത്ത് കൊണ്ടെത്തിച്ചത്. അവരുടെ ഭീകരമായ യുദ്ധത്തിൽ സാസ്കയുടെ മുന്നിൽ അവന്റെ ടെക്നീക്സ് എല്ലാം തളർന്നു പോയപ്പോഴും പിന്നെ ഷാരിങ്കാന്റെ മുമ്പിൽ അവന്റെ ആർട്ടും വളരെ കൊച്ചുതായി തോന്നിയപ്പോഴാണ് ദേദറയുടെ അഹങ്കാരം അവിടെ തകർന്നത്. ഇനി സാസ്കയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവന്റെ നെഞ്ചിൽ വായ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് പൊട്ടിത്തെറിച്ച് ചാകാനും അവൻ മടിച്ചില്ല. ആൻഡ് ഇതായിരുന്നു അവന്റെ അവസാനത്തെ അൾട്ടിമേറ്റ് ആർട്ട് എക്സ്പ്ലോഷൻ. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന ബ്ലൈൻഡിംഗ് ബ്ലാസ്റ്റ്. ദേദറ മരിക്കുന്ന ടൈമിൽ പോലും അവന്റെ ആർട്ടിനെ അവൻ ഉപേക്ഷിച്ചില്ല. ഇവനെ പറ്റി ഇത്ര മാത്രം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ.